ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഹസ്താഭ്യാം അഭയപ്രദാം മണിഗണൈः നാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിഭിः സേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിഭിः യുക്താം സദാശക്തിഭിः. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. കനകധാരാ സ്തോത്രത്തിൻ്റെ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കനകധാരയിൽ നമ്മൾ നോക്കുന്നത് 11ാമത്തെ ശ്ലോകമാണ്. കഴിഞ്ഞ പഠനത്തിൽ പറഞ്ഞു 10ാമത്തെ ശ്ലോകം വരെയാണ് സ്തുതിയായിട്ട് ഭഗവതിയുടെ കടാക്ഷവീക്ഷണങ്ങളെ പറ്റിയും അമ്മയുടെ വിഭൂതികളെ പറ്റിയും ഒക്കെ 10ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിച്ചു. അതാണ് ശങ്കര ഭഗവത്പാദർ യഥാർത്ഥത്തിൽ സ്തുതിച്ചതായി പറയപ്പെടുന്നത്. എന്നാൽ തുടർന്ന് വന്ന സ്തുതിയും അദ്ദേഹം ശിഷ്യന്മാരെ കൊണ്ട് തന്നെ അത് ചേർപ്പിച്ചതാണ് എന്നും തുടരെ വന്ന് ആഡ് ഓൺ ചെയ്ത് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അതെല്ലാം ശങ്കരവചനം മംഗളവചനമായതുകൊണ്ട് തന്നെ ഇതും ഈ കനകധാരാ സ്തോത്രത്തിൻ്റെ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഭാഗം തന്നെയാണ്, ഇതിനോട് ചേർന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ 11ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്यै രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയാयै ശക്തിयै നമോസ്തു ശതപത്രനികേതനാयै പുഷ്ട്यै നമോസ്തു പുരുഷോത്തമവല്ലഭാयै. അമ്മയെ സ്തുതിച്ച് അമ്മയുടെ നയനങ്ങളുടെ മനോഹാരിതയും അമ്മയുടെ വിഭൂതിയും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതയായ ജഗദീശ്വരി ത്രിഭുവന ഗുരുവിൻ്റെ തരുണിയായിരിക്കുന്ന അമ്മയെ വിഭൂതികളെല്ലാം പറഞ്ഞിട്ട് അമ്മയെ ഇനി സ്തുതിച്ചു തുടങ്ങണം. അമ്മയ്ക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. അതിലെ ആദ്യത്തെ ശ്ലോകമാണിത്. ശ്രുത്യൈ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്यै രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായ ശക്തിयै നമോസ്തു ശതപത്രനികേതനായ പുഷ്ട്यै നമോസ്തു പുരുഷോത്തമവല്ലഭായ. ഇതിൽ സ്ഥൂലപരമായിട്ടും സൂക്ഷ്മപരമായിട്ടുമുള്ള വിഭൂതികളെയൊക്കെ അമ്മയായിട്ട് പറയുകയാണ്. അമ്മ ശ്രുതിസ്വരൂപിണിയാണ്. ശ്രുത്യൈ നമോസ്തു വേദസ്വരൂപിണിയാണ് അമ്മ. അതാണ് ശ്രുതി. ശ്രുതിയാണ് എപ്പോഴും നൈരന്തര്യമായിട്ടിരിക്കുക. ശ്രുതി അനുഗ്രഹീതേന്, ശ്രുതിയുടെ ഏറ്റവും വലിയ ഉത്തമമായ രത്നം അമ്മയാകുന്നു പറയും. അതും അമ്മയുടെ പാദങ്ങൾ ഉപനിഷത്തിൻ്റെ കലവറയാണ് എന്നും പറയും. ലളിതാ സഹസ്രനാമത്തിൽ സൗന്ദര്യലഹരിയിൽ തന്നെ ശ്രുതീനാം മൂർധാനോ ദദതിതവയോ ശേഖരതയ. ശ്രുതികളുടെ ഒക്കെ അത്യുന്നതമായ സ്ഥാനം, ശ്രുതികളെല്ലാം എവിടെയാണ് പറഞ്ഞു വെക്കുന്നത്? അത് അമ്മയുടെ പദാരവിന്ദങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പം ആ ശ്രുതി സ്വരൂപിണിയായി വേദസ്വരൂപിണിയായി ഗായത്രി ആയിരിക്കുന്ന ദേവി അമ്മേ, വേദസ്വരൂപിണിയായ അമ്മേ, ശുഭകർമ്മ ഫലപ്രസൂത്यै അമ്മ ശുഭകർമ്മങ്ങളുടെ ഫലത്തെ ജനിപ്പിക്കുന്നവളാകുന്നു, ശുഭത്തെ നൽകുന്നവരാകുന്നു എന്നാണ് അർത്ഥം. ശുഭം ശുഭം ശുഭം. ദുഷ്കർമ്മങ്ങൾ വരുമ്പം എല്ലാം പുണ്യാപുണ്യഫലപ്രദം. ശ്രുതി സീമന്ത സിന്ദൂരീ ഗതപാദാബ്ജധൂളിക. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ. ശ്രുതി സീമന്ത സിന്ദൂരീ ഗതപാദാബ്ജധൂളിക. പുണ്യാപുണ്യഫലപ്രദം എന്നാണ്. പുണ്യത്തിന് അപുണ്യത്തിനും അമ്മ തന്നെയാണ് ഫലം തരുന്നത്. അപ്പോൾ ശുഭകർമ്മങ്ങളുടെ ഉദ്ഭവം എവിടെയാണ്? ശുഭകർമ്മത്തിൻ്റെ ഫലം, ശുഭകർമ്മം ചെയ്യുമ്പോൾ അതിന് പുണ്യം വരുന്നത് എവിടെ നിന്നാണ്? അത് അമ്മയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ജ്യേഷ്ഠയായിരിക്കുന്നതും അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് വരുന്നത്. ഇത് ദേവി മഹാത്മ്യത്തിൽ 5ാമത്തെ അധ്യായത്തിൽ അമ്മയുടെ സ്തുതിയുണ്ട്. ദേവീ സൂക്തമെന്ന് പറഞ്ഞിട്ട്, നമോ ദേവി യാ ദേവി സർവഭൂതേഷു എന്ന് പറഞ്ഞിട്ട് അതിൽ അമ്മയുടെ വിഭൂതി, എല്ലാ വിഭൂതിയും ദേഷ്യഭാവത്തിലും ക്രോധഭാവത്തിലും സൗമ്യഭാവത്തിലും സൂക്ഷ്മമായിട്ടും നിറഞ്ഞു നിൽക്കുന്നതും ബുദ്ധിയായും നിദ്രയായും ഒക്കെ ഇരിക്കുന്നത് ഈ ജഗദീശ്വരി തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അത്യന്തം ഈ പ്രപഞ്ചത്തിന് സ്ഥൂല സൂക്ഷ്മ കാരണസ്വരൂപമായി എല്ലാത്തിനെയും വിഭൂതിയായി അമ്മ വർത്തിക്കുന്നു.
അതിൽ അത്യുത്തമമായ വിഭൂതിയെ ഇവിടെ ശങ്കര ഭഗവത്പാദർ പറയുന്നതാണ്. ശുദ്ധ്യൈ നമോസ്തു ശുഭകർമ്മ ഫലപ്രസൂത്യൈ രത്യൈ നമോസ്തു രമണീയ ഗുണാശ്രയായ രതീദേവിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അത്യന്തം സൗന്ദര്യവത്താണ് രതി. കാമദേവന്റെ പത്നിയായിട്ടാണ് പറയുന്നത്. അമ്മയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സഹസ്രരതി സൗന്ദര്യ ശരീരായേ നമോ നമ എന്ന് ലളിതാഷ്ടോത്തരത്തിൽ ശങ്കര ഭഗവത്പാദർ പറയുന്നുണ്ട്. 1000 രതീദേവികൾ ഒരുമിച്ച് നിന്നാലുള്ള സൗന്ദര്യം എന്തോ അതാണ് അമ്മയുടെ സൗന്ദര്യം എന്ന്. അത്രയും പെർഫെക്റ്റായ സാമുദ്രിക ശാസ്ത്രമാണ് അമ്മ, സൗന്ദര്യ ലഹരിയാണ് അമ്മ. അതാണ് അത് രത്യായി. അപ്പോൾ ആ രതീദേവിയെ, രതീദേവിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. എല്ലാ രമണീയമായ ഗുണങ്ങൾക്കും ആധാരമാണ് അമ്മ രതി എന്ന് പറയുന്നത്. ആനന്ദരൂപിണി, രതി രമിക്കുന്നതും രതി അല്ലേ, രമാരമയെ രമിക്കുന്നതെന്ന് പറഞ്ഞാൽ രതി, ആ രതി ഒക്കെ വരുന്നത് അത് എന്താണ്, രമിച്ചിരിക്കുന്നതും എന്നൊക്കെ അർത്ഥം വരും. അപ്പം അത് രതി, ആനന്ദരൂപിണിയായ ആനന്ദമായിരിക്കുന്നവർ നമസ്കാരം. ശക്തേ നമോസ്തു ശതപത്രനികേതനായ, ശക്തിയൈ നമോസ്തു ശതപത്രനികേതനായ. ദേവി ശക്തിസ്വരൂപിണിയാണ്, ഏതിലും ശക്തിമത്തായിരിക്കുന്ന, ഇച്ഛാശക്തിയായും ജ്ഞാനശക്തിയായും ക്രിയാശക്തിയുമായും വർത്തിക്കുന്ന സാക്ഷാത് ജഗദീശ്വരി തന്നെയാണ്. ശക്തിയൈ നമോസ്തു ശതപത്രനികേതനായ. ശതപത്രനികേതനം എന്ന് പറയുമ്പോൾ താമരപ്പൂവിൽ വസിക്കുന്ന ശക്തിസ്വരൂപിണിക്കായതുകൊണ്ട് നമസ്കാരം. കമലാശില എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്, ഭ്രാമി ദുർഗാ പരമേശ്വരി ക്ഷേത്രം, കർണാടകയിൽ. അമ്മ ഈ പറഞ്ഞ ശക്തി താമരപ്പൂവിലെ ശക്തിയാണ്. കമലാശിലെ ഭ്രാമി ദുർഗാ പരമേശ്വരി വഴിയേ ഇനി പറയാമത്. അപ്പോൾ ശക്തിസ്വരൂപിണിയായി താമരയിൽ വസിക്കുന്നവൾക്ക് നമസ്കാരം. ശക്തി, ഇപ്പോൾ താമര എന്ന് പറയുമ്പോൾ ആധാരചക്രങ്ങളെയും നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആധാരചക്രങ്ങളൊക്കെ താമര ഇതളുകൾ പോലെയാണ് കുണ്ടലിനി ശരീരം എന്ന് പറയുന്നത്. അവിടെ എല്ലാം ശക്തിസ്രോതസ്സായിരിക്കുന്നത് അല്ലെ, മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയായ ശക്തിയായിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മൂലാധാരാംബുജാരൂഢ പഞ്ചഭക്ത്ര അസ്ഥി സംസ്ഥിത സ്വാധിഷ്ഠാനാംബുജഗത ചതുർഭക്ത്ര മനോഹര അനാഹതാബ്ജലയ ശ്യാമാഭാവതനദ്വയ ശുദ്ധിചക്രനിലയ രക്തവർണാതലോചന ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രാബ്ജലയ ശുക്ലവർണാഷടാനന സഹസ്രാരാംബുജാരൂഢ. ഇതൊക്കെ ശക്തിസ്വരൂപമായി. ഈ അംബുജങ്ങൾ താമരകളിലൊക്കെ ശക്തിസ്വരൂപിണിയായി വിരാജിക്കുന്ന ദേവിക്ക് നമസ്കാരം. പുഷ്ട്യേ നമോസ്തു പുരുഷോത്തമവല്ലഭായേ. പുരുഷോത്തമവല്ലഭനായ, പുരുഷോത്തമൻ സാക്ഷാത് നാരായണൻ, ആ നാരായണൻ്റെ സർവോത്തമനായ മഹാവിഷ്ണുവിൻ്റെ വല്ലഭയായ ദേവി പുഷ്ടിസ്വരൂപിണിയാണ്. എല്ലാത്തിലും പുഷ്ടിയെ നൽകുന്നു. പുഷ്ടിന്ന് അഭിവൃദ്ധി, സമ്പത്തിനെയൊക്കെ നൽകുന്ന രൂപമായി പുഷ്ടിസ്വരൂപമായിരിക്കുന്ന, അഭിവൃദ്ധിയും സമ്പത്തും സമൃദ്ധിയുമായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. അമ്മേ പുരുഷോത്തമവല്ലഭയായ സമൃദ്ധി സ്വരൂപിണിയായിരിക്കുന്ന പുഷ്ടിരൂപത്തിലിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. ഇതാണ് 11ാം ശ്ലോകത്തിലെ അർത്ഥം. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമഃ.